ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്തൊരു ടൈപ്പ് ഓഫ് കപ്ലിംഗ് ആണ്. അതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലേ ഔട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫിഗർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഫിഗർ കറക്റ്റായിട്ട് നോട്ട് ചെയ്യാം. നമുക്ക് ഈ ഫിഗറിനോടനുബന്ധിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞു പുവർ ഇംപിഡൻസ് മാച്ചിങ് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സർക്യൂട്ടിലേക്ക് വരുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യവും കുറച്ച് പറയുവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അപ്പം നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയർ ഉപയോഗിക്കാത്തതിന് മെയിൻ കാര്യം എന്തായിരുന്നു, ഇറ്റ് ഈസ് എക്സിബിറ്റിംഗ് ഓൺലി ലോ വോൾട്ടേജ് ആൻഡ് പവർ ഗെയിൻ. ശരിയാണല്ലോ, ലോ വോൾട്ടേജ് ആൻഡ് പവർ ഗെയിൻ ആണ് അത് എക്സിബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് ഉപയോഗിക്കാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി റെഡ്യൂസിങ് അല്ലേ, നമ്മളെ വോൾട്ടേജ് ഗെയിൻ എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഗെയിൻ വിൽ ബി റെഡ്യൂസ്ഡ്. അപ്പം ആ വോൾട്ടേജ് ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വേറെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ എഫക്റ്റീവ് ലോഡ്, ഓരോ സ്റ്റേജിലുള്ള എഫക്റ്റീവ് ലോഡും എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമ്പിഡൻസ് ബൈ ദ ഇൻപുട്ട് ഓഫ് ഈച്ച് സ്റ്റേജ് ടു ദ പ്രൊസീഡിങ് സ്റ്റേജ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ലോ ഇമ്പിഡൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് ശരിക്കും ഇതിൽ വരുന്നത് എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് കുറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന് ലോ വോൾട്ടേജ് അതുപോലെ പവർ ഗെയിൻ വരുന്നത്. ഓക്കെ, അപ്പം ഈ ലോ ഇമ്പിഡൻസ് നമുക്ക് എന്ത് ചെയ്യണം, ഓവർകം ചെയ്യണം അല്ലേ. അപ്പോൾ ഈ ഒരു ഡ്രോബാക്ക് ഓവർകം ചെയ്യാനാണ് നമ്മൾ ആരെ കൊണ്ടുവരുന്നത്, നമ്മൾ ആക്ച്വലി നമ്മുടെ ട്രാൻസ്ഫോമർ കപ്ലിങ്ങിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമർ കപ്ലിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ലോ റെസിസ്റ്റൻസ് ഇല്ലേ, ഓക്കെ, ഈ ലോ റെസിസ്റ്റൻസ് എന്ന ഡ്രോബാക്ക് ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ സ്യൂട്ടബിളി സെലക്ടിങ് ദ ടേൺ റേഷ്യോ ഓഫ് ദ ട്രാൻസ്ഫോമറിൻ്റെ ടേൺ റേഷ്യോ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ റെസിസ്റ്റൻസ്, ലോ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോ ഇമ്പിഡൻസ് നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ലോ റെസിസ്റ്റൻസ് ഓഫ് എ സ്റ്റേജ് ഓർ എ ലോഡ് ക്യാൻ ബി മാച്ച്ഡ്. ഓക്കെ, ഒന്നുകൂടി പറയാം, ദ ലോ റെസിസ്റ്റൻസ് ഓഫ് എ സ്റ്റേജ് can be matched with the output impedance of the preceding stage. Okay, preceding സ്റ്റേജിലെ ഔട്ട്പുട്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എന്ത് ചെയ്യാം, മാച്ച് ചെയ്യാം. അപ്പോൾ ദിസ് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയേഴ്സ് ആർ യൂസ്ഡ് വെൻ ദ ലോഡ് ഈസ് സ്മോൾ സച്ച് ആസ് ദ ലൗഡ് സ്പീക്കർ. ഓക്കെ, ലൗഡ് സ്പീക്കറിൻ്റെ ആ ഒരു കേസ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, മാച്ചിങ് നടക്കുമെന്ന് അതൊന്ന് ഓർക്കണം. നമ്മൾ മാച്ചിങ് നടക്കുന്നുണ്ട്, നമ്മുടെ ലോ ഇമ്പിഡൻസ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെക്ടിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഓക്കെ, അപ്പം അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെയും ജസ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഫിഗറിലേക്ക് ജസ്റ്റ് കടക്കാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് NPN ട്രാൻസിസ്റ്ററാണ്, ഒരു CE കോൺഫിഗറേഷൻ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ പോയിൻ്റായിട്ട് പറയാം. നമ്മളെ രണ്ട് ട്രാൻസ്ഫോമർ കണ്ടല്ലോ അല്ലേ. അപ്പം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഈസ് കണക്റ്റഡ് ടു ദ AC സിഗ്നൽ സോഴ്സ്. ഓക്കെ, ഈ AC സിഗ്നൽ സോഴ്സിലേക്ക് ആക്ച്വലി നമ്മളൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും കൂടി കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഇവിടെ AC സിഗ്നൽ സോഴ്സ് ഇല്ലേ, ഈ AC സിഗ്നൽ സോഴ്സിൻ്റെ ഈ സ്ഥലത്തേക്ക് നമ്മളൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും കൂടി നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഇൻക്രീസ് ദ വോൾട്ടേജ് ലെവൽ. ഓക്കെ, അതെന്തിനാണ്, വോൾട്ടേജ് ലെവൽ കൂട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, while your step down transformers are used between stages. നമ്മൾ ഈ സ്റ്റേജിൻ്റെ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന സാധനം ഏത് ട്രാൻസ്ഫോമർ ആയിരിക്കും, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ചാൽ സോ ആസ് ടു മാച്ച് ആസ് ക്ലോസ് ആസ് പോസിബിൾ, മാച്ചിങ് കറക്റ്റായിട്ട് എന്ത് ചെയ്യാനാണ്, നടത്താനാണ്. അപ്പോൾ ദ ലോഡിങ് ഓഫ് ഈച്ച് സ്റ്റേജ് ടു ദ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഓഫ് ദ പ്രൊസീഡിങ് സ്റ്റേജ്. ഓക്കെ, ആ ലോഡിങ് എന്താവും,
കറക്റ്റ് ആവും. അപ്പോൾ അതെങ്ങനെയാണ് കറക്റ്റ് ആവുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്? ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ യുവർ പ്രോപ്പർ സെലക്ഷൻ ഓഫ് എങ്ങനെ ടേൺ റേഷ്യോ അല്ലേ? ഏതിൻ്റെ ടേൺ റേഷ്യോ? നിങ്ങളുടെ സ്റ്റെപ്പ് ഡൗൺ കപ്ലിംഗ് ട്രാൻസ്ഫോമറിൻ്റെ ടേൺ റേഷ്യോ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെന്ത് ചെയ്യാം, മാച്ചിങ് നടത്താം. ഓക്കെ, അപ്പം ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡൺ ബൈ യുവർ മാക്സിമം പവർ ട്രാൻസ്ഫർ കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കപ്ലിംഗ് ട്രാൻസ്ഫോമർ. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ കപ്ലിംഗ് ട്രാൻസ്ഫോമർ ആണിത്. ഓക്കെ, അപ്പോൾ ദ കപ്ലിംഗ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു ഫീഡ് ദ ഔട്ട്പുട്ട് ഓഫ് വൺ സ്റ്റേജ് ടു ദ ഇൻപുട്ട് ഓഫ് യുവർ നെക്സ്റ്റ് സ്റ്റേജ്. ഇതാണ് രണ്ട് ട്രാൻസ്ഫോമർ, ഇതാണ് രണ്ട് സ്റ്റേജുകൾ അല്ലേ? ഇവിടെ നമ്മൾ നേരത്തെ RC ആയിരുന്നു ഉണ്ടായിരുന്നത്, അതൊരു കപ്ലിംഗ് കപ്പാസിറ്റർ ആയിരുന്നു. അതിന് പകരം കപ്ലിംഗ് ട്രാൻസ്ഫോമർ വെക്കുവാണ്. അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അടുത്തതിലേക്ക് എന്ത് ചെയ്യുന്നത്, അടുത്തതിൻ്റെ ഇൻപുട്ടിലേക്ക് പോകുന്നത്. ശരിയല്ലേ? അപ്പോൾ നിങ്ങളുടെ കളക്ടർ ലോഡിനെ റീപ്ലേസ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രൈമറി വൈൻഡിങ് ആണ്. ഇവിടെ ഒരു RC ഉണ്ടായിരുന്നല്ലോ, കളക്ടർ ലോഡ്, അതിനെ റീപ്ലേസ് ചെയ്യുന്ന പ്രൈമറി വൈൻഡിങ് ആണ്. അതുപോലെ സെക്കൻഡറി വൈൻഡിങ് എന്ത് ചെയ്യുന്നു, റീപ്ലേസസ് ദ വയർ ബിറ്റ്വീൻ ദ വോൾട്ടേജ് ഡിവൈഡർ ആൻഡ് ദ ബേസ് ഓഫ് ദ സെക്കൻഡ് സ്റ്റേജ് അല്ലേ? ആ വയറിനെ റീപ്ലേസ് ചെയ്യുന്നതാണ് ആര്, നമ്മുടെ ഈ സെക്കൻഡറി ഓഫ് യുവർ ട്രാൻസ്ഫോമർ. ഓക്കെ, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ CB ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ബൈപ്പാസ് കപ്പാസിറ്റർ CB ഉണ്ട്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ബൈപ്പാസ് കപ്പാസിറ്ററിൻ്റെ കാര്യം നമുക്കിപ്പോൾ പറയണ്ട. നമ്മൾക്ക് ഇനി പറയാനുള്ള കാര്യം വെച്ചാൽ നമ്മൾ RECനെ കുറിച്ച് പറയാം. ഓക്കെ, അതായത് ഇത് നമ്മൾ ഈ R2ൻ്റെ അക്രോസേ ഇവിടെ നമ്മളൊരു ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ നമ്മളൊരു ബൈപ്പാസ് കപ്പാസിറ്ററും കൂടി എന്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പം ഇതാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഈ ബൈപ്പാസ് കപ്പാസിറ്ററിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ പറയാറുണ്ടല്ലോ, എന്താണ് ബൈപ്പാസ് കപ്പാസിറ്ററിൻ്റെ പ്രത്യേകത? ദിസ് ബൈപ്പാസ് കപ്പാസിറ്റർ പ്രിവെൻറ്റ്സ് ദ ലോസ് ഓഫ് സിഗ്നൽ പവർ അല്ല, സിഗ്നൽ പവറിൽ ഉണ്ടാകുന്ന ലോസുകൾ, നമ്മളെ റെസിസ്റ്ററുകൾ ഉണ്ടാകുന്ന ലോസുകൾ കുറയ്ക്കാനാണ് നമ്മൾ ബൈപ്പാസ് കപ്പാസിറ്ററിനെ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പം നമ്മൾ ഇതിൽ നോക്കാനുള്ളത്, നമ്മളിവിടെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. അതുപോലെ നമ്മുടെ DC ഐസൊലേഷൻ രണ്ട് സ്റ്റേജിൽ നടത്തുന്നത് ആരാണ്? നമ്മുടെ ട്രാൻസ്ഫോമർ തന്നെയാണ്. ഓക്കെ, ഒരു DC പാത്തും നമ്മുടെ പ്രൈമറി സെക്കൻഡറി വൈൻഡിങ്ങുകളുടെ ഇടയിലില്ല. ഓക്കെ, അതുപോലെ നമ്മളുടെ ഇതിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ your AC voltage across the primary winding is transferred to the secondary winding. Okay, പ്രൈമറി വൈൻഡിങ്ങിലുള്ള AC വോൾട്ടേജ് അക്രോസ് യുവർ പ്രൈമറി വൈൻഡിങ്ങിന് അക്രോസ് ഉള്ള AC വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ബാക്കിയുള്ള കമ്പോണൻസ് ഒക്കെ നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയറിലുള്ള എന്താണോ അത് തന്നെയാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇതിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി സിമ്പിളി അതിൻ്റെ ഓപ്പറേഷൻ മാത്രം പറയുവാണെങ്കിൽ, നിങ്ങളുടെ ഫസ്റ്റ് AC സിഗ്നൽ ഇവിടെ അപ്ലൈ ചെയ്യുന്നു അല്ലേ, അത് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ഫസ്റ്റ് പോകുന്നു, അതെന്ത് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്യുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് എവിടെ ഫോം ചെയ്യുന്നു, ഇതിൻ്റെ പ്രൈമറിയിൽ ഫോം ചെയ്യുന്നു, കപ്ലിംഗ് ട്രാൻസ്ഫോമറിൻ്റെ. പിന്നെ ആ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്ന പ്രൈമറി ഏതിലേക്ക് പോകുന്നു, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നു ത്രൂ ദിസ് കപ്ലിംഗ് ട്രാൻസ്ഫോമർ. ഓക്കെ, ആ കപ്ലിംഗ് ട്രാൻസ്ഫോമർ വഴി നമ്മൾക്ക് അതിലേക്ക് പോകുന്നു. മെയിനായിട്ട് ആ ഇംപിഡൻസ് മാച്ചിങ് നടക്കുന്നു എന്നുള്ള പോയിന്റ് മാത്രം ഓർത്താലും മതിയാവും നിങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ പറയാം. 2 സ്റ്റേജ് കപ്ലിംഗ് ട്രാൻസ്ഫോമർ ഈ ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, ഇവിടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഈസ് കണക്റ്റഡ് ടു AC സിഗ്നൽ സോഴ്സ്. AC സിഗ്നൽ സോഴ്സിലേക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വോൾട്ടേജ് ലെവൽ. അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി യൂസ് ഫോർ മാച്ചിങ്. Okay, and thus the loading of each stage of the output impedance of the preceding stage. പിന്നെ ഇത് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്, മാച്ചിങ് അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രോപ്പർ ടേൺ റേഷ്യോ സെലക്ട് ചെയ്യുക. ഏതിനെ? സ്റ്റെപ്പ് ഡൗൺ കപ്ലിംഗ് ട്രാൻസ്ഫോമർ. ഇതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. ഓക്കെ, ഇവിടെയാണ് മാച്ചിങ്, നമ്മൾ കറക്റ്റ് ടേൺ റേഷ്യോ എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്, മാച്ച് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് സോ ആസ് ടു ക്ലോസ് ടു ദ മാക്സിമം പവർ ട്രാൻസ്ഫർ കണ്ടീഷൻ വെച്ച് എന്ത് ചെയ്യുക, ഇതിനെന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെന്ത് ചെയ്യുക, കപ്പിൾ ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റേജിൽ ഔട്ട്പുട്ടിന് സെക്കൻഡ് സ്റ്റേജിൽ ഇൻപുട്ടിലേക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക. നെക്സ്റ്റ് നമ്മളെ കളക്ടർ ലോഡാണ് നമ്മൾ ഏതിൽ പറഞ്ഞു, കപ്ലിംഗ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ കളക്ടർ ലോഡാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സെക്കൻഡറി വൈൻഡിങ്ങിൽ ആ വയറിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡറി വൈൻഡിങ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത് അല്ലേ. പിന്നെ ബോട്ടമിൽ നമ്മുടെ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, പിന്നെ നോ കപ്ലിംഗ് ആണ്, DC ഐസൊലേഷൻ ആര് തന്നെയാണ് ചെയ്യുന്നത്, നമ്മുടെ ട്രാൻസ്ഫോമർ തന്നെയാണ് ചെയ്യുന്നത്.
DC path എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ AC വോൾട്ടേജ് അക്രോസ് പ്രൈമറി വൈൻഡിങ് ഈസ് ട്രാൻസ്ഫർ ടു ദ സെക്കൻഡറി വൈൻഡിങ്. ബാക്കി എല്ലാ കമ്പോണൻസ് എന്താണ് അതുപോലെ തന്നെ സെയിം ആണ്. പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ഇൻ യുവർ കാസ്കേഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപിഡൻസ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേജസ് വിൽ ബി ഡിഫറെൻറ്റ് ആൻഡ് ദെയർഫോർ ഈച്ച് ട്രാൻസ്ഫോമർ ഈസ് റിക്വയർഡ് ടു ബി ഡിസൈൻഡ് സെപ്പറേറ്റ്ലി. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ കാസ്കേഡർ ആയതുകൊണ്ട് തന്നെ ഓരോ ട്രാൻസ്ഫോമറിൻ്റെ ഡിസൈൻ നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ എന്ത് ചെയ്യണം. ഓക്കെ, ബെറ്റർ പെർഫോമൻസിന് ട്രാൻസ്ഫോമേഴ്സ് ക്യാൻ ബി ഷീൽഡഡ് ഫ്രം യുവർ ഇലക്ട്രിക് നോയ്സ്, ഹം ആൻഡ് യുവർ അൺവാണ്ടഡ് നോയ്സിനെ അത് എന്ത് ചെയ്യാം, ഷീൽഡ് ചെയ്തും വെക്കാം. ഓക്കെ, ഇതിൽ പഠിക്കേണ്ട പോയിന്റ് ഇമ്പിഡൻസ് മാച്ചിങ് എന്നുള്ള പോയിൻ്റാണ്. വേറെ ഇതിൽ നമ്മൾ ജസ്റ്റ് വർക്കിംഗ് നോക്കിയാൽ മതി. കാരണം RC കപ്പിൾഡ് ആംപ്ലിഫയറിലാണ് കുറച്ചും കൂടി ആ കപ്പാസിറ്ററിൻ്റെ ഒക്കെ പ്രിഫറൻസ് വരുന്നത്. ഇതിൽ ആ ട്രാൻസ്ഫോമറിൻ്റെ കപ്ലിംഗ് മാത്രമേ കൂടുതലായിട്ട് നോക്കാനുള്ളൂ. ഓക്കെ, പിന്നെ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്, അതിപ്പം പറയും. ഓക്കെ, അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് വെച്ചാൽ വളരെ പുവറാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ നോക്കാനുള്ളത്. ഓക്കെ, ഫ്രീക്വൻസി റെസ്പോൺസ് ഇതാ വോൾട്ടേജ് ഗെയിൻ ഇങ്ങനെ വരക്കുവാണെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് പറഞ്ഞാൽ ആക്ച്വലി ഇതാ ഈ ഒരു ടൈപ്പൊക്കെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ. നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് ഡിസ്റ്റോർഷൻ ഉണ്ടെന്ന് പഠിച്ചല്ലോ. അതിൽ ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ ഇത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിസൈൻ എ ട്രാൻസ്ഫോമർ ടു പ്രൊവൈഡ് എ ഫെയർലി കോൺസ്റ്റൻറ്റ് ഗെയിൻ ഓവർ ദ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ ഒരു ഫെയർലി കോൺസ്റ്റൻറ്റ് ഗെയിൻ എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് സച്ച് എ ട്രാൻസ്ഫോമർ മേ കോസ്റ്റ് അബൌട്ട് 10 to 20 ടൈംസ് RC കപ്ലിങ്ങിനെക്കാട്ടിയും കൂടും. അപ്പോൾ അതും ഒരു പ്രശ്നമാണ് ശരിക്കും. ഓക്കെ, കോസ്റ്റ് ഭയങ്കര കൂടുതലായിട്ട് വരും. ഓക്കെ, ഇതിൽ ഓർക്കേണ്ട പോയിന്റ് ഫ്രീക്വൻസി റെസ്പോൺസ് വെരി പുവറാണ്. അതുപോലെ ഇത് കാരണം എന്ത് ഡിസ്റ്റോർഷൻ ഒക്കർ ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ ഒക്കർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് ഒക്കെ നോക്കുവാണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇംപിഡൻസ് മാച്ചിങ് തന്നെയാണ്. ഇറ്റ് പ്രൊവൈഡ്സ് എക്സലൻറ്റ് ഇംപിഡൻസ് മാച്ചിങ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ഹൈ ഗെയിൻ. ഓക്കെ, ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ഹൈ ഗെയിൻ. ഓക്കെ, പിന്നെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ട്രാൻസ്ഫോമർ കൊണ്ട് തന്നെ നമ്മൾ അൺഡിസൈറബിൾ എഫക്ട്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ വേണ്ടി പറ്റും. മിസ്മാച്ചുകളൊക്കെ ഒഴിവാക്കും. കാരണം കറക്റ്റ് മാച്ച് ചെയ്തിട്ടാണ് ലോഡ് മാച്ചിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ ഇതിൻ്റെ ഒരു വേറെ ഒരു RC കപ്ലിങ്ങുമായിട്ടൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെയിൻ അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് ഓൾ ദ DC വോൾട്ടേജ് സപ്ലൈഡ് ബൈ യുവർ VCC അല്ലേ, VCC അല്ല DC വോൾട്ടേജ് സപ്ലൈ തന്നെ ഈസ് അവൈലബിൾ അറ്റ് ദ കളക്ടർ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് യുവർ കളക്ടർ റെസിസ്റ്റൻസ് RC. ഓക്കെ, ഇതില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ DC വോൾട്ടേജും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ദ ഓപ്പറേഷൻ ഈസ് സംവാട്ട് മോർ എഫക്റ്റീവ് അല്ലെങ്കിൽ മോർ എഫിഷ്യൻറ്റ് ദാൻ യുവർ RC കപ്പിൾഡ് ട്രാൻസ്ഫോമർ സിസ്റ്റം എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഡിസഡ്വാൻറ്റേജുകൾ എന്താണെന്ന് വെച്ചാൽ ഫ്രീക്വൻസി റെസ്പോൺസ് വളരെ പുവറാണ്. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്തോട്ടെ, ഇത് ചിലപ്പോൾ ചോദിക്കാം. ഫ്രീക്വൻസി റെസ്പോൺസ് വളരെ പുവറാണ്. അതുപോലെ ബൾക്കി സിസ്റ്റം ആയിരിക്കും. കാരണം ട്രാൻസ്ഫോമറുകളും കാര്യങ്ങളും വരുന്നത്, അപ്പോൾ ബൾക്കി സിസ്റ്റം ആയിരിക്കും. ഓക്കെ, അതുപോലെ റേഡിയോ ഫ്രീക്വൻസീസിൻ്റെ സമയത്ത് അറ്റ് റേഡിയോ ഫ്രീക്വൻസീസ് നമ്മളുടെ ഇൻഡക്റ്റൻസ് പോലെ തന്നെ ഇൻ്റർ വൈൻഡിങ് കപ്പാസിറ്റൻസും കുറേ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഓക്കെ, നമ്മൾ ഇൻ്റർ വൈൻഡിങ് കപ്പാസിറ്റൻസുകളും ഇൻഡക്റ്റൻസുകളും കുറച്ച് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നോയ്സുകൾ, ഹം നോയ്സുകളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അല്ലേ. അപ്പം ഈ ഹം നോയ്സൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ എന്തിനും ഷീൽഡ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, ഇനി നമ്മളിതിൽ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ടെങ്കിലും ഇതിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വൈഡ്ലി യൂസ് ഫോർ ആംപ്ലിഫൈയിങ് റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ. ഓക്കെ, റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ അതായത് നിങ്ങൾ അബൌട്ട് 20 kHz. ഓക്കെ, ഈ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇതെന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഓർക്കേണ്ടത് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ആംപ്ലിഫൈയിങ് ലോ ഫ്രീക്വൻസി സിഗ്നൽസ്. ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ആംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല. അതായത് ലോ ഫ്രീക്വൻസി സിഗ്നൽസ് പറഞ്ഞാൽ നിങ്ങളുടെ ഏത് സിഗ്നൽസ്, ഓഡിയോ ഫ്രീക്വൻസി സിഗ്നൽസ് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നില്ല. ദിസ് ഈസ് വൈഡ്ലി യൂസ് ഫോർ ആംപ്ലിഫൈയിങ് യുവർ റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽസ്, അതായത് നിങ്ങളുടെ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ്.
Okay, also this is mostly used for your this purpose. ഏത് പർപ്പസ്? ഇംപിഡൻസ് മാച്ചിങ്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ ഇസ് ജനറലി നോട്ട് യൂസ്ഡ് ഫോർ യുവർ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസ്. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജസിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എവിടെ? കാസ്കേഡർ ആംപ്ലിഫയറിൽ. കാരണം ഒക്കെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബൾക്കിയാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും കൺവീനിയൻസ് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അറ്റ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് അറ്റ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് സ്റ്റേജ് വേർ ഇറ്റ് ക്യാൻ കൺവീനിയൻ്റ്ലി പ്രൊവൈഡ് യുവർ ഇംപിഡൻസ് മാച്ചിങ്. ഓക്കെ, നിങ്ങൾ ഇംപിഡൻസ് മാച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഇൻപുട്ട് സ്റ്റേജിൽ ഔട്ട്പുട്ട് സ്റ്റേജിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ എവിടെ യൂസ് ചെയ്യില്ല? ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ ചോദിക്കുന്നത് മെയിനായിട്ട് കാണാറ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. എ ലോഡ് ഓഫ് 20 ohm is to be matched with a source that has an output impedance of 10 kilo ohm. Determine the transformer turns ratio so as to transfer maximum power to the load. Also determine the load voltage if the source output voltage is 8 volt. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ മാച്ചിങ്ങിൻ്റെ ഒരു ഫിഗർ എങ്ങനെ വരികയെന്ന് വെച്ചാൽ ഞാൻ ഫിഗർ ജസ്റ്റ് ഒന്ന് വരച്ചാൽ നിങ്ങൾക്ക്. ഓക്കെ, ഇതാണ് നിങ്ങളൊരു ടൈപ്പ് ഓഫ് ഫിഗർ വരിക. ഓക്കെ, നിങ്ങൾ റേഷ്യോ ടേൺസ് റേഷ്യോ A:1 എന്നങ്ങനെ കൊടുത്തോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സപ്ലൈ വോൾട്ടേജ്. ഓക്കെ, ദിസ് ഈസ് യുവർ RL, ദിസ് ഈസ് യുവർ VL. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ V1 എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് V2 എന്ന് വിളിക്കാം. ഓക്കെ, ഓർ V1 ഓർ V2. ഓക്കെ, ഇത് നമ്മൾ ZL എന്ന് മാർക്ക് ചെയ്തോ, ഇമ്പിഡൻസ് ആക്കാം അല്ലേ. അപ്പോൾ ZL എന്ന് മാർക്ക് ചെയ്തോ, ഇത് ZL. ഓക്കെ, അപ്പോൾ നമുക്ക് ലോഡ് ഇമ്പിഡൻസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലോഡ് ഇമ്പിഡൻസ് തന്നിട്ടുണ്ട് അത്ര 25 ohm. അതുപോലെ നിങ്ങളുടെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? സോഴ്സ് ഇമ്പിഡൻസ് അല്ലേ, ZS. അതെത്രയാണ്? 10 kilo ohm. അതായത് ഓക്കെ, അപ്പം ഈ ഇമ്പിഡൻസ് മാച്ചിങ്ങിൽ അറിയേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സോഴ്സ് ഇമ്പിഡൻസ് ഈക്വൽ ടു A², അത് നിങ്ങൾ ടേൺസ് റേഷ്യോ സ്ക്വയർ A² ഇൻറ്റു ZL. ഓക്കെ, അതിൽ A എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് യുവർ പ്രൈമറി ടു സെക്കൻഡറി ടേൺസ് ആണ്. ഓക്കെ, A എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് പ്രൈമറി ടു സെക്കൻഡറി ടേൺസ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മൾ ടേൺസ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ A എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ഇറ്റ് വിൽ ബി √ZS ഡിവൈഡ് ബൈ ZL. ദാറ്റ് ഈസ് യുവർ ZS എന്ന് പറഞ്ഞാൽ 10 kilo. അപ്പോൾ 10,000 ഡിവൈഡ് ബൈ 25. സോ ആൻസർ എത്ര വരും? √400 അല്ലേ. അപ്പോൾ ആൻസർ എത്രയാണ്? 20. ഓക്കെ, അതുപോലെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ലോഡ് വോൾട്ടേജ് കാണാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലോഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ടേൺസ് റേഷ്യോൻ്റെ വിധത്തിൽ എങ്ങനെ ചെയ്യാം? ഇറ്റ് വിൽ ബി V1/A, അല്ലെങ്കിൽ നമ്മൾ പറയാം VS/A അല്ലേ. സോ ഇറ്റ് വിൽ ബി 8/20, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4. ഓക്കെ, ഈ A എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു A എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് യുവർ പ്രൈമറി ടു സെക്കൻഡറി ടേൺസ്. ഓക്കെ, ഇമ്പിഡൻസ് മാച്ചിങ്ങിൽ ഓർക്കേണ്ട കാര്യമാണിത്. ഇറ്റ് ഈസ് പ്രൈമറി ടു സെക്കൻഡറി ടേൺസ് റേഷ്യോ. അതുകൊണ്ടാണ് ഇവിടെ A എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നത്? V1/V2 വരുന്നത് അല്ലേ. അതുകൊണ്ടാണ് A എന്ന് പറഞ്ഞാൽ V1/V2 വരുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ V2 എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റിയത്? V1/A എന്ന് എഴുതാൻ പറ്റിയത് അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ളത് സിമിലർ ടൈപ്പ് ഓഫ് കപ്ലിംഗ് ആണ്. നമ്മൾ ഇമ്പിഡൻസ് കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഓക്കെ, ഇമ്പിഡൻസ് ഇത് ആംപ്ലിഫയർ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു യുവർ RC കപ്പിൾഡ് പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇതിൽ ആകെ ഒരു ചേഞ്ച് എന്താ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കളക്ടർ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ നമ്മളുടെ RC. ഇത് ഈ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന സാധനം RC കപ്പിൾഡ് തന്നെയാണ്. ഓക്കെ, അതിന് വെച്ചാൽ ചേഞ്ച് പറയാനാണ്. ഈ RC എന്ന് പറയുന്ന സാധനം ഇവിടെ നിന്ന് മാറും. ഇവിടെ നിന്ന് മാറിയിട്ട് നമ്മളിതിനെ ഇവിടെ റീപ്ലേസ് ചെയ്യുന്ന ഈ റെസിസ്റ്ററിന് പകരം ഇവിടെ നമ്മളൊരു ഇൻഡക്ടറിനെ റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇൻഡക്ടറിനെ പ്ലേസ് ചെയ്യാൻ നമുക്ക് ഏത് കിട്ടി? ഇമ്പിഡൻസ് കപ്പിൾഡായി.
ഓക്കെ, അതുകൊണ്ടാണ് ഈ ഫിഗർ എടുത്തത്. ഓക്കെ, അപ്പോൾ ഈ ഇൻഡക്ടറിന് പകരം നിങ്ങളവിടെ ആ റെസിസ്റ്റർ RCക്ക് പകരം നിങ്ങളുടെ ഒരു L പ്ലേസ് ചെയ്ത് നമുക്ക് എന്തായി ഇമ്പിഡൻസ് കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയി. ഓക്കെ, ആ ഒരു ചേഞ്ചേ ഉള്ളൂ. ബാക്കി ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഏതുപോലെ തന്നെയാണ്, നമ്മളുടെ RC കപ്പിൾഡ് പോലെ തന്നെയാണ്. ഓക്കെ, ഇനി അതുകൊണ്ട് അത് പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഇമ്പിഡൻസ് കപ്പിൾഡിൽ നമ്മൾ ഈ RCനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു L റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം സർക്യൂട്ട് സെയിം ഫങ്ഷനിങ് ആണ് വരിക. ഓക്കെ, അതുകൊണ്ട് ഇനി അത് പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇമ്പിഡൻസ് കപ്ലിങ്ങിൽ RC മാറ്റി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു ഇൻഡക്ടറിനെ പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ക്ലിയർ? അപ്പോൾ അതാണ് ഈ ഒരു പോർഷനിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻ. ദിസ് കപ്ലിംഗ് നെറ്റ്വർക്ക് കൺസിസ്റ്റ് ഓഫ് ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഇൻഡക്റ്റൻസും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ കപ്ലിംഗ് കോയിലിൻ്റെ ഇമ്പോർട്ടൻസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് ഇൻഡക്റ്റൻസ് അല്ലേ, അതുപോലെ തന്നെ സിഗ്നൽ ഫ്രീക്വൻസി. ദ ഇംപിഡൻസ് കപ്ലിംഗ് റിസൾട്ട്സ് in more efficient amplification because no signal power is wasted in inductor L. ഇൻഡക്ടറിൽ ഒരു സിഗ്നൽ പവറും വേസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഫുൾ കണ്ടക്ഷനാണ് ത്രൂ ഔട്ട് തരിക. ഇൻഡക്ടർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ടത്. ഓക്കെ, ഫുൾ കണ്ടക്ഷനാണ് തരിക, അതുകൊണ്ട് വേസ്റ്റേജ് ഒന്നും ഉണ്ടാവില്ല. സച്ച് കപ്ലിംഗ് ഹാസ് ദ ഡ്രോബാക്ക് ഓഫ് ബീങ് ലാർജർ ആയിരിക്കും, അതൊരു പ്രശ്നമാണ്. ദാൻ യുവർ, അതുപോലെ തന്നെ ലാർജർ ആകുമ്പോൾ ഹെവിയറും കോസ്റ്റ്ലിയർ ആയിരിക്കും ദാൻ യുവർ RC കപ്ലിംഗ്. ദ ഇംപിഡൻസ് കപ്ലിംഗ് ഈസ് റയർലി യൂസ്ഡ് ബിയോണ്ട് ഓഡിയോ റേഞ്ച്. ഓഡിയോ റേഞ്ചിൻ്റെ അപ്പുറത്തേക്ക് ഈ ഇംപിഡൻസ് കപ്ലിംഗ് യൂസ് ചെയ്യുന്നത് വളരെ റയർലി ആയിട്ട് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ആ ഒരു പോയിൻറ്റും കൂടി നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ്, ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ ഈസ് ദ കാരക്ടറിസ്റ്റിക്സ് ഓഫ് യുവർ ട്രാൻസിസ്റ്റർ. RC എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം, നമ്മൾ L കൊണ്ട് റീപ്ലേസ് ചെയ്യണം, അതാണ് പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പോയിൻറ്റും കൂടി, ദ ഇൻഡക്ടർ ടേൺസ് ആർ വൂണ്ട് ഓൺ എ ക്ലോസ്ഡ് അയോൺ കോർ ആൻഡ് ഷീൽഡഡ് സോ ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡസ് നോട്ട് അഫക്ട് ദ സിഗ്നൽ. സിഗ്നലിനെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നില്ല, അഫക്റ്റ് ചെയ്യുന്നുള്ള പോയിൻറ്റും കൂടി നോട്ട് ചെയ്യുക. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പഠിച്ച് പോവുകയുണ്ട്, ബാക്കി ഡിഫറൻസുകൾ ഞാൻ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും എന്താണ് ഇതിൽ പഠിക്കാനുള്ളതെന്ന്. ഓക്കെ, അടുത്ത ഡയറക്റ്റ് കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഓക്കെ, ഡയറക്റ്റ് കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡയറക്റ്റ് കപ്ലിങ്ങിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഡയറക്റ്റ്ലി എന്താണ് കപ്പിൾഡ് ആണ് അല്ലേ. അപ്പം നമുക്ക് നോക്കാം, ഇതാണ് നിങ്ങളുടെ ഫിഗർ. ഓക്കെ, നമുക്ക് ഓരോ പോയിൻ്റ് വൈസ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇതാണ് R1 R2 വോൾട്ടേജ് ഡിവൈഡർ അല്ലേ, അതുപോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡയറക്റ്റ് കപ്ലിംഗ് ഈസ് എസെൻഷ്യലി ഫോർ ലോ ഫ്രീക്വൻസി അപ്ലിക്കേഷൻസ്. അതായത് 10 ഹെഡ്സിൽ താഴെയുള്ള ചെറിയ അപ്ലിക്കേഷൻസിൽ മാത്രമേ ആരെ യൂസ് ചെയ്യുന്നുള്ളൂ, നമ്മളുടെ ഡയറക്റ്റ് കപ്ലിങ്ങിനെ യൂസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ അപ്ലിക്കേഷൻസാണ് നമ്മൾ പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്, അതുപോലെ തെർമോ കപ്പിൾ കറണ്ട് അപ്ലിക്കേഷൻസ്. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മളെ തെർമോ കപ്ലിംഗ് എന്ന് പറയുന്ന സാധനം എന്തിനാണ്, ടെമ്പറേച്ചർ മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്ന സാധനമാണല്ലോ അല്ലേ. അപ്പോൾ ഈ തെർമോ കപ്പിളിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ മാഗ്നിറ്റ്യൂഡ് അല്ലേ. ഓക്കെ, അപ്പം ആ വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യണം, ആംപ്ലിഫൈ ചെയ്യണം. എന്തിന്, ഒരു ഡിഫ്ലക്ഷൻ, മീറ്ററിലൊരു ഡിഫ്ലക്ഷൻ കാണിക്കുന്ന വിധത്തിലൊരു ആംപ്ലിഫിക്കേഷൻ നടത്താൻ വേണ്ടിയാണ് സ്മോൾ സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ അത് തെർമോ കപ്പിളിലൊക്കെ ചെറിയ സ്മോൾ ഇത് മാത്രം മതി, അതുകൊണ്ടാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു അപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത് ഓർത്താൽ മതി. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഫോർ ലോ അപ്ലിക്കേഷൻസ്. ലോ ആപ്ലിക്കേഷൻ ആകുമ്പോൾ നമ്മൾ ഏത് യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മളെ കപ്ലിംഗ് കപ്പാസിറ്ററും അതുപോലെ നമ്മൾ ഏത് യൂസ് ചെയ്യാൻ പറ്റില്ല, ബൈപ്പാസ് കപ്പാസിറ്ററും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ അറ്റ് ലോ ഫ്രീക്വൻസി നിങ്ങളെ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് കോസ് സിഗ്നിഫിക്കൻറ്റ് ഡ്രോപ്പ് ഓഫ് സിഗ്നൽ അക്രോസ് ദം റിസൾട്ടിങ് ഇൻ റിഡക്ഷൻ ഇൻ ഗെയിൻ. നിങ്ങളെ ഇത് ഓർത്താൽ മതി, പോയിൻ്റ് ഓർത്താൽ മതി. ലോ ഫ്രീക്വൻസിയിൽ നിങ്ങൾ കപ്ലിംഗ് കപ്പാസിറ്ററും ബൈപ്പാസ് കപ്പാസിറ്ററും എന്ത് ചെയ്യില്ല, ഉപയോഗിക്കില്ല. ഓക്കെ, കാരണം വോൾട്ടേജ് റിഡക്ഷൻ ഉണ്ടാവും. അങ്ങനെ സിമ്പിളായിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ലോ ഫ്രീക്വൻസി എന്താണ് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ സംഭവിക്കുന്നൊരു കാര്യമാണ് ലോ ഫ്രീക്വൻസി. ദ റിയാക്റ്റൻസ് ഓഫ് യുവർ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ. ഓക്കെ, നിങ്ങളുടെ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ റിയാക്റ്റൻസ് ബിക്കംസ് കമ്പയറബിൾ ടു യുവർ എമിറ്റർ റെസിസ്റ്റർ. അത് എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ടാവുമല്ലോ, നിങ്ങൾ RE എന്നും CE എന്നും പറഞ്ഞ് വയ്ക്കുന്നുണ്ടല്ലോ, അത് ഇറ്റ് വിൽ ബി വെരി കമ്പയറബിൾ. റിയാക്റ്റൻസ് വിൽ ബിക്കംസ് കമ്പയറബിൾ ടു യുവർ എമിറ്റർ റെസിസ്റ്റൻസ് ആൻഡ് ദസ് ബൈപ്പാസിങ് ആക്ഷനും എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും.
ഓക്കെ. അപ്പം എന്താണ് പ്രശ്നം വരിക? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കപ്ലിംഗ് കപ്പാസിറ്റർ റിഡക്ഷൻ ഗെയിൻ പോയി, അതുപോലെ തന്നെ ബൈപ്പാസ് കപ്പാസിറ്ററിനും ഈ ബൈപ്പാസിങ് ആക്ഷനും എന്ത് ചെയ്യും? ലോ ഫ്രീക്വൻസിയിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ഇഫ് കപ്ലിംഗ് ആൻഡ് ബൈപ്പാസ് കപ്പാസിറ്റേഴ്സ് ആർ ടു സെർവ് ദെയർ പർപ്പസ് ദ വാല്യൂസ് ഹാവ് ടു ബി എക്സ്ട്രീംലി ലാർജ്. അതിൻ്റെ വാല്യൂ എന്തായിരിക്കണം? ഭയങ്കര കൂടുതലായിരിക്കണം. ആ കപ്പാസിറ്റേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ വാല്യൂ ഭയങ്കര കൂടുതലായിരിക്കണം. അപ്പോൾ അതൊന്നും നമുക്ക് എക്സ്പെൻസീവ് അല്ല, അല്ലെ എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ലാർജ് സൈസാണ്. അപ്പോൾ അതൊക്കെ ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശരിക്കും ഈ കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെയും ഈ ബൈപ്പാസ് കപ്പാസിറ്ററിൻ്റെയും ഉപയോഗം ഒഴിവാക്കാൻ വേണ്ടിയാണ് ശരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒരൊറ്റ സ്റ്റേജിൽ നമ്മളെ പ്രോസസ്സ് ചെയ്യുന്നത്. ടു അവോയ്ഡ് ദിസ്, വൺ സ്റ്റേജ് ഈസ് ഡയറക്റ്റ്ലി കപ്പിൾഡ് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് വിത്തൗട്ട് ഇൻ്റർവീനിങ് എനി കപ്ലിംഗ് ഡിവൈസ്. ഒരു കപ്ലിംഗ് ഡിവൈസ് ഇല്ലാതെ ഡയറക്റ്റ്ലി നമ്മൾ കപ്പിൾ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനത്തേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ കപ്ലിംഗ് കപ്പാസിറ്ററുകളൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇവിടെയൊക്കെ കപ്ലിംഗ് കപ്പാസിറ്ററുകളൊക്കെ ഉണ്ടായിരുന്നു, RC ഒക്കെ ആണെങ്കിൽ. ശരിയല്ലേ? ഇവിടെ കപ്ലിംഗ് കപ്പാസിറ്ററുകളൊന്നും ഇല്ല. ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ പോവുകയാണ്. ഇവിടെ ഒരു കപ്ലിംഗ് കപ്പാസിറ്ററും ഇല്ല, ഒരു ട്രാൻസ്ഫോമറും ഇല്ല, ഒന്നുമില്ല. ശരിയാണല്ലോ? അപ്പോൾ ആ ഒരു ടൈപ്പിനാണ് നമ്മൾ ഡയറക്റ്റ് കപ്പിൾഡ് എന്ന് വിളിക്കുക. ഇൻ എ 2-stage ഡയറക്റ്റ് കപ്പിൾഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, നോ കപ്ലിംഗ് ആൻഡ് ബൈപ്പാസ് കപ്പാസിറ്റേഴ്സ് ആർ യൂസ്ഡ്. Clear? In this case, the individual amplifier stage bias conditions are so designed that the two stages may be directly connected without the necessity of your DC isolation. DC isolation ആയ കപ്ലിങ്ങിൻ്റെ ഒരു ആവശ്യമില്ലാതെ തന്നെ നമുക്കിതിൻ്റെ പർപ്പസ് എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. ക്ലിയർ? ഇനി ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ ജസ്റ്റ് പറയുവാണെങ്കിൽ, നമ്മൾ ബേസിലേക്ക് എന്ത് ചെയ്യുകയാണ്? വീക്ക് സിഗ്നൽ, വളരെ ചെറിയ സിഗ്നലാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ട്രാൻസിസ്റ്റർ ആക്ഷൻ കാരണം ആൻ ആംപ്ലിഫയർ ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ് അക്രോസ് ദ കളക്ടർ ലോഡ് റെസിസ്റ്റർ. ഓക്കെ. നമ്മളെ RC1 എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഈ RC1ലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് കിട്ടുന്നത്. കാരണം ഇവിടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു, അല്ലേ? ഫസ്റ്റ് ട്രാൻസിസ്റ്റർ, ദ ആംപ്ലിഫൈഡ് സിഗ്നൽ ഡെവലപ്ഡ് അക്രോസ് ദിസ് RC1 ഈസ് സപ്ലൈ ടു ദ ബേസ് ഓഫ് യുവർ നെക്സ്റ്റ് ട്രാൻസിസ്റ്റർ. അടുത്ത ട്രാൻസിസ്റ്ററിലേക്ക് അതിൻ്റെ ആംപ്ലിഫൈഡ് സിഗ്നൽ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? ദിസ് ഈസ് ഫർദർ ആംപ്ലിഫൈഡ് ബൈ നെക്സ്റ്റ് സ്റ്റേജ് ആൻഡ് സോ ഓൺ. അതങ്ങനെ അങ്ങ് പൊക്കോളും. ഓക്കെ. ദസ് ദ വീക്ക് സിഗ്നൽ ഈസ് ആംപ്ലിഫൈഡ് ബൈ എ ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പോൾ ഇതില്ലാതെയും നമുക്ക് എന്ത് ചെയ്യാം? കപ്ലിംഗ് ഡിവൈസുകൾ ഇല്ലാതെയും നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ വിളിക്കുന്നത് അതിനുള്ള പേരാണ് എന്ത്? ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ. ക്ലിയർ? അപ്പോൾ അതാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ. ഇനി ഫ്രീക്വൻസി റെസ്പോൺസ് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇറ്റ് ഹാസ് നോ കപ്ലിംഗ് ആൻഡ് ബൈപ്പാസ് കപ്പാസിറ്റേഴ്സ് ടു കോസ് എ ഡ്രോപ്പ് അറ്റ് ലോ ഫ്രീക്വൻസി. ലോ ഫ്രീക്വൻസിയിൽ ഡ്രോപ്പിന് കാരണക്കാരനാണ് നമ്മൾ പറയാറുള്ള കപ്ലിങ്ങും അതുപോലെ ബൈപ്പാസ് കപ്പാസിറ്റർ. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല? ഡ്രോപ്പില്ല. അപ്പോൾ ഡ്രോപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളുടെ കർവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഫ്ലാറ്റ്. ഓക്കെ. അപ് ടു യുവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി വരെ ഫ്ലാറ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി വരെ ഫ്ലാറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളുടെ എങ്ങനെ ഉണ്ടാവുക? റെസ്പോൺസ് എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ, ഇത് ഫ്രീക്വൻസി, ഇത് നമ്മളുടെ വോൾട്ടേജ് ഗെയിൻ ആണെങ്കിൽ ഇതുവരെ ഫ്ലാറ്റ് പിന്നെ കുറവ്. ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി F2, അല്ലേ? ഇതുവരെ ഫ്ലാറ്റ് കർവ് അപ് ടു യുവർ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ ദ ഫ്രീക്വൻസി കർവ് ഈസ് ഫ്ലാറ്റ് അപ് ടു യുവർ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി F2 വിച്ച് ഈസ് ഡിറ്റർമൈൻഡ് ബൈ, അതുവരെയുള്ള കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുന്ന ഏത് കപ്പാസിറ്റൻസ് ആണ്? അതാണ് ഈ സ്ട്രേ വയറിംഗ് കപ്പാസിറ്റൻസുകളും അതുപോലെ നമ്മൾ ഇൻറ്റേർണൽ ട്രാൻസിസ്റ്റർ കപ്പാസിറ്റൻസുകളും. ഓക്കെ. ഇങ്ങനത്തെ കുറേ പേരുകളും കുറച്ച് കാര്യങ്ങളുമാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഈ പോയിൻറ്റ്സാണ് ചിലപ്പോൾ ചോദിക്കുക. ഓക്കെ. ദെൻ അപ്പോൾ ഇതിൻ്റെ പുറത്ത് എന്താണ്? ഗെയിൻ എന്ത് ചെയ്യും? കുറയും. ഓക്കെ. ആ ഗെയിൻ കുറയുന്നതിനും കാരണക്കാരുണ്ട്. ഓക്കെ. ഇതിൻ്റെ പുറത്ത് ഇവിടെ ഗെയിൻ കുറയുന്നുണ്ടല്ലോ, ആ ഗെയിൻ കുറയുന്നതിൻ്റെ കാരണക്കാരാണ്
ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ്, നമ്മൾ നേരത്തെ CBE എന്നൊക്കെ എഴുതിയില്ലേ, ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ്, അതുപോലെ നമ്മൾ വയറിംഗ് കപ്പാസിറ്റൻസ് W1 W2 എന്നൊക്കെ എഴുതിയില്ലേ. ആ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗെയിൻ എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. ഓക്കെ, ആ ഫ്ലാറ്റ് ആവുന്ന അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി വരെ ഫ്ലാറ്റ് അതിൻ്റെ കാരണം അല്ലെങ്കിൽ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സാണ്, നമ്മളെ സ്ട്രേ വയറിംഗ് കപ്പാസിറ്റൻസും അതുപോലെ തന്നെ ഇൻറ്റേർണൽ ട്രാൻസിസ്റ്റർ കപ്പാസിറ്റൻസുകളും ആണ്. ഓക്കെ, ഇതാണ് ഇതിൽ നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് പറയാമെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ സർക്യൂട്ടാണ് അല്ലേ, കാരണം ഡയറക്റ്റ്ലി കപ്ലിംഗ് അല്ലേ, അപ്പോൾ സിമ്പിൾ സർക്യൂട്ടാണ്. അതുപോലെ കോസ്റ്റൊക്കെ മിനിമം കോസ്റ്റും കാര്യങ്ങളുമാണ്. ഓക്കെ, പിന്നെ ഇതിന് റെസ്പോൺസ് കർവാണ്, ഫ്ലാറ്റ് റെസ്പോൺസ് കർവാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി വരെ എന്താണ്, ഫ്ലാറ്റ് റെസ്പോൺസ് കർവാണ്. അതുപോലെ ലോ ഫ്രീക്വൻസി സിഗ്നലുകൾ ആംപ്ലിഫൈ ചെയ്യാൻ ബെസ്റ്റാണിത്. ഓക്കെ, ലോ ഫ്രീക്വൻസി സിഗ്നലുകൾ ആംപ്ലിഫൈ ചെയ്യാൻ ബെസ്റ്റാണ്, ഫ്ലാറ്റ് റെസ്പോൺസ് കർവാണ്. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് ലോ ഫ്രീക്വൻസിയിൽ മാത്രമേ പറ്റുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ യുവർ ഹൈ ഫ്രീക്വൻസി അല്ലേ, ഹൈ ഫ്രീക്വൻസിയിൽ എന്തല്ല സ്യൂട്ടബിൾ അല്ല. അതുപോലെ തന്നെ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി വളരെ പുവർ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി. ഓക്കെ, ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി ഭയങ്കര പുവറാണ്. അപ്പോൾ നമ്മുടെ ബീറ്റിയും മറ്റേ ബേസ് എമിറ്റർ വോൾട്ടേജൊക്കെ മാറുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ട്രാൻസിസ്റ്ററിൻ്റെ പാരാമീറ്ററുകൾ, അതായത് നമ്മുടെ ടെമ്പറേച്ചർ കാരണം നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ പാരാമീറ്റേഴ്സ് മാറും. അത് കൂടുതലായിട്ട് ഇതിനെ അഫക്റ്റ് ചെയ്യും, കാരണം ഡയറക്റ്റ്ലി കപ്പിൾഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇതിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ഡയറക്റ്റ്ലി കപ്പിൾഡ് ആംപ്ലിഫയേഴ്സിൽ ലോഡ് ഈസ് ഡയറക്റ്റ്ലി ഇൻ സീരീസ് വിത്ത് ദ ഔട്ട്പുട്ട് ടെർമിനൽ അല്ലേ. ലോഡ് ഔട്ട്പുട്ട് ടെർമിനൽ ഓഫ് യുവർ ആക്റ്റീവ് സർക്യൂട്ട് എലമെൻറ്റിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ സീരീസ് ആയിട്ടാണ് ലോഡ് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. അത് അങ്ങനെ യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻസാണ് നമ്മൾ ഹെഡ്ഫോൺസ്, അതുപോലെ നമ്മൾ ലൗഡ് സ്പീക്കേഴ്സൊക്കെ. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻസിലാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസിങ് പൾസ് ആംപ്ലിഫയേഴ്സ്. ഓക്കെ, പൾസ് ആംപ്ലിഫയേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. സിമിലർലി നമ്മുടെ കമ്പ്യൂട്ടർ സർക്യൂട്ട്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇലക്ട്രോണിക് പവർ സപ്ലൈൻ്റെ റെഗുലേറ്റർ സർക്യൂട്ട്സിലും ഇതെന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്ലിക്കേഷൻസൊക്കെ ജസ്റ്റ് ഓർത്താൽ മതി, അതൊക്കെ ചിലപ്പോഴേ ചോദിക്കുകയുള്ളൂ. നമുക്ക് ചോദിക്കുന്ന 2-3 പോയിൻറ്റ്സ് ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിലാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ചോദിക്കുന്ന ആ 2-3 പോയിൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതായത് ഇതിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. ആ കമ്പാരിസണിൽ നമുക്ക് അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് സമ്മപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. അതിൽ നമുക്ക് ഇതിൻ്റെ കമ്പാരിസണും അതുപോലെ ഇതിൻ്റെ കാസ്കേഡ് സ്റ്റേജസിൻ്റെ കുറച്ച് 2-3 ഫോർമുലാസും ഉണ്ട്. ആ ഫോർമുലാസും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇറ്റ് വിൽ ബി ബെറ്റർ. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഇത് സമ്മപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് പ്രോബ്ലംസും കൂടി അല്ലെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് നമുക്ക് എന്ത് ചെയ്യും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്കി പോയിൻറ്റ്സ് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, താങ്ക് യു.